ഇടുക്കിയിൽ മഴയ്ക്ക് ശമനമില്ല. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മഴ ശക്തമായി തുടരുകയാണ്. മലങ്കര, കല്ലാർകുട്ടി, പാംബ്ല ഡാമുകളിൽ നിന്ന് വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നുണ്ട്. തുടർച്ചയായി മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ജില്ലയിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന വിവിധ നിയന്ത്രണങ്ങളും നിലനിൽക്കുകയാണ്. ഇന്നു രാവിലെ മുതൽ തുടർച്ചയായി മഴ പെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇടുക്കിയിലുള്ളത്. ഇന്ന് പുലർച്ചെ അതിശക്തമായ മഴ വിവിധ മേഖലകളിൽ അനുഭവപ്പെട്ടിരുന്നു. പിന്നീട് മഴയുടെ ശക്തി അല്പം ക്ഷയിച്ചെങ്കിൽ പോലും മഴ തുടർച്ചയായി പെയ്യുന്നുണ്ട്. ചില മേഖലകളിൽ മാത്രമാണ് അല്പമെങ്കിലും തോർച്ച ഉള്ളത്. എങ്കിലും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മഴ ശക്തമാകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഡാമുകളുടെ കാര്യം പറയുകയാണെങ്കിൽ ഇടുക്കിയിലെ 3 അണക്കെട്ടുകളിൽ നിന്ന് ഇപ്പോഴും വെള്ളം പുറത്തേക്ക് ഒഴുകുകയാണ്. ദിവസങ്ങളായി ഈ അണക്കെട്ടുകളിൽ നിന്ന് വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നുണ്ട്. മലങ്കര, കല്ലാർകുട്ടി, പാംബ്ല അണക്കെട്ടുകളിൽ നിന്നാണ് ഇപ്പോഴും വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നത്. അതോടൊപ്പം തന്നെ ഇടുക്കിയുടെ ഡൈവേർഷൻ ഡാമുകളായ ഇരട്ടയാറിലും കല്ലാറിലും ഒക്കെ കഴിഞ്ഞ ദിവസങ്ങൾ റെഡ് അലർട്ട് നിരക്കിലേക്ക് എത്തിയിരുന്നെങ്കിൽ പോലും കല്ലാറിൽ നിന്ന് വെള്ളം പുറത്തേക്ക് ഒഴുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായെങ്കിൽ പോലും നിലവിലെ ഒരു സാഹചര്യത്തിൽ ഇരട്ടയാറിലും കല്ലാറിലുമൊക്കെ ജലനിരപ്പ് അല്പം താഴ്ന്നിട്ടുണ്ട്. കൂടുതൽ വെള്ളം ഇടുക്കിയിലേക്ക് ഒഴുകി പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അണക്കെട്ടുകൾ വരും മണിക്കൂറുകളിൽ അതിശക്തമായൊരു മഴ പെയ്തില്ലെങ്കിൽ തുറക്കേണ്ട ഒരു സാഹചര്യമില്ല എന്നാണ് വിലയിരുത്തുന്നത്. മറ്റ് ചെറുകിട അണക്കെട്ടുകളായ പൊന്മുടിയിലും ആനയിറങ്കലിലും ചെങ്കുളത്തുമൊക്കെ ജലനിരപ്പ് നീരൊഴുക്ക് ശക്തമാണെങ്കിൽ പോലും ഈ അണക്കെട്ടുകൾ തുറക്കേണ്ട ഒരു സാഹചര്യം നിലവിലില്ല. പ്രധാന അണക്കെട്ടുകളായ ഇടുക്കിയിലും മുല്ലപ്പെരിയാറിലും കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ജലനിരപ്പ് കുറവാണ്. ഇപ്പോഴും ശക്തമായ നീരൊഴുക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ പോലും മൺസൂണിന്റെ അവസാന കാലഘട്ടത്തിലൊക്കെ ഇടുക്കി ജലസംഭരണിയിൽ സാധാരണഗതിയിൽ കാണുന്ന ഒരു ജലനിരപ്പ് ഇപ്പോഴില്ല. നിലവിൽ 46% ഒക്കെയാണ് ഇടുക്കിയിലെ ജലനിരപ്പ്. വരും മണിക്കൂറുകളിലും വരും ദിവസങ്ങളിലുമൊക്കെ അതിശക്തമായ മഴ പെയ്തെങ്കിൽ പോലും ഇടുക്കിയും മുല്ലപ്പെരിയാറും ഒന്നും ആശങ്കജനകമായ ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയില്ല എന്നുള്ളതാണ് വസ്തുത. ഒപ്പം ഇടുക്കിയിൽ നിലവിൽ മഴ തുടർച്ചയായി പെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ജില്ലയിൽ ജാഗ്രതയൊക്കെ തുടരുകയാണ്. പ്രത്യേകിച്ചും മണ്ണിടിച്ചിൽ സാധ്യതയുണ്ട്. വിവിധ മേഖലകളിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അതിശക്തമായ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഉണ്ടാകിയിരുന്നു. നിരവധി വീടുകൾ തകർന്നിരുന്നു. പല റോഡുകളിലും അപകടകരമായ വിള്ളലുകൾ വീഴുകയും ഒപ്പം റോഡിന്റെ പല ഭാഗങ്ങൾ ഇടിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ രാത്രികാല യാത്രയിൽ അടക്കമുള്ള ജാഗ്രത തുടരുകയാണ്. പ്രത്യേകിച്ചും അടിമാലി, മൂന്നാർ മേഖലകൾ, അടിമാലിയിൽ നിന്ന് നേര്യമംഗലത്തിലേക്ക് പോകുന്ന ദേശീയപാതയുടെ ഭാഗങ്ങളിലൊക്കെ ഈ ജാഗ്രത തുടരുകയാണ്. പ്രത്യേകിച്ചും രാത്രികാല യാത്രകൾക്കൊക്കെ പരമാവധി ഒഴിവാക്കണമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം വിനോദസഞ്ചാരത്തിന് ജില്ലയിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണങ്ങളും നിരോധനങ്ങളും തുടരുകയാണ്. പ്രത്യേകിച്ചും വിവിധ മേഖലകളിൽ നിന്ന് വിനോദസഞ്ചാരത്തിലേക്ക് ജില്ലയിലേക്ക് എത്തുകയും ജലവിരോധനങ്ങളിൽ അടക്കം ഏർപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ വലിയ അപകട സാധ്യതയുണ്ട്. അതൊക്കെ കരുതിയാണ് ഇപ്പോൾ നിരോധനങ്ങളൊക്കെ തുടരുന്ന ഒരു സാഹചര്യം നിലവിലുള്ളത്. എന്തായാലും ജില്ലയിൽ വരും മണിക്കൂറുകളിലും മഴ ശക്തമാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഇടുക്കിയിൽ നിന്നും പ്രിൻസ് ജെയിംസ്, ന്യൂസ്. മധ്യകേരളത്തിലും ശക്തമായ മഴ തുടരും. കനത്ത മഴയുടെ സാഹചര്യത്തിൽ എറണാകുളം, തൃശൂർ ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്. എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ പെയ്യുമെന്നാണ് മുന്നറിയിപ്പ്. 50 കിലോമീറ്റർ വേഗത്തിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നു. മൂവാറ്റുപുഴയാറിലും തൊടുപുഴയാറിലും കാളിയാറിലും ജലനിരപ്പ് ഉയരുന്നു. മഴ സംബന്ധമായ ഏറ്റവും പുതിയ മുന്നറിയിപ്പ് അനുസരിച്ച് മൂവാറ്റുപുഴയാറിലെയും കാളിയാറിലെയും തൊടുപുഴയാറിലെയും ജലനിരപ്പ് ഉയർന്നുവെന്ന് തന്നെയാണ്. ഇന്ന് രാവിലെ 4 മണി മുതൽ ഏകദേശം 6 മണിക്കൂർ തുടർച്ചയായിട്ട് എറണാകുളം ജില്ലയിൽ റെഡ് അലർട്ടായിരുന്നു. ജില്ലാ കളക്ടർ പ്രിയങ്ക ഇതുമായി ബന്ധപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ, പ്രത്യേകിച്ച് അംഗനവാടി ഉൾപ്പെടെ ഉള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെല്ലാം അവധി പ്രഖ്യാപിക്കുന്ന സാഹചര്യം, അടിയന്തര അവധി പ്രഖ്യാപിക്കുന്ന സാഹചര്യത്തിലേക്ക് പോയി. ഇന്നാലും എറണാകുളം ജില്ലയിൽ റെഡ് അലർട്ട് സംബന്ധമായിട്ടുള്ള വലിയ മഴയൊന്നും പെയ്തില്ലെങ്കിൽ പോലും മഴ പെയ്യുന്നുണ്ട്. ഇപ്പോഴും ഒറ്റപ്പെട്ടയിടങ്ങളിൽ മഴ പെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. എറണാകുളത്തിന്റെ ഉൾപ്രദേശങ്ങളിലൊക്കെ മഴയുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പോൾ മൂവാറ്റുപുഴയാറിലെയും ഈ തൊടുപുഴയാറിലെയും കാളിയാറിലെയും ഒക്കെ ജലനിരപ്പ് ഉയരുന്നത്. അപകടകരമായ നിലയിലേക്കുള്ള ഉയർച്ചയിലേക്ക് തന്നെയാണ് എന്നുള്ള മുന്നറിയിപ്പ് തന്നെയാണ് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത്. അതേസമയം തന്നെ 50 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഗതാഗത സംബന്ധമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും, ഗതാഗത കുരുക്കടക്കമുള്ള പ്രശ്നങ്ങളുണ്ടാകും. അതുപോലെ വാഹനം ഓടിക്കുമ്പോൾ കാഴ്ചമങ്ങൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, റോഡിൽ വെള്ളക്കെട്ടുണ്ടാകുന്നതുമായി ഉണ്ടാകുന്ന ഗതാഗത തടസ്സം തുടങ്ങിയവയൊക്കെ അതിനൊക്കെ മുൻകരുതൽ ഉണ്ടാകണം. കഴിവതും വീട്ടിൽ തന്നെ ഇരിക്കുക എന്നുള്ള നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടം മുന്നോട്ട് വയ്ക്കുന്നത്. അടിയന്തരമായിട്ടാണ് ഇത്തരത്തിൽ റെഡ് അലർട്ട് എറണാകുളം ജില്ലയിൽ പ്രഖ്യാപിക്കപ്പെടുന്നതും ഇത്തരത്തിൽ വലിയ മഴയിലേക്ക് പോകുന്നതും. പ്രത്യേകിച്ചും ഈ ചെല്ലാനം ഭാഗത്തൊക്കെ വലിയ തിരയാണ്. അതുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികൾക്കും മുന്നറിയിപ്പുണ്ട്. തിരമാലകളുടെ ഉയരം കൂടുന്നതനുസരിച്ചിട്ട് മത്സ്യത്തൊഴിലാളികൾ കടലിലേക്ക് ഇറങ്ങരുത് എന്നുള്ള നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. എന്തായാലും ഈ ദിവസം പൂർണ്ണമായും
വീട്ടിൽ തന്നെ ഇരിക്കുക, മാക്സിമം സേഫായിരിക്കുക എന്നുള്ള നിർദ്ദേശമാണ് ഭരണകൂടം മുന്നോട്ട് വയ്ക്കുന്നത്. എന്തായാലും ഈ അവസാന നിമിഷത്തിൽ മൂവാറ്റുപുഴയാറിൽ ജലനിരപ്പ് ഏകദേശം 9.6 മീറ്റർ ഉയർന്നിട്ടുണ്ട്. മുന്നറിയിപ്പ് ജലനിരപ്പ് ഉയർപ്പ് എന്ന് പറയുന്നത് 10.9 മീറ്ററാണ്. അതിൽ അപകടനില എന്ന് പറയുന്നത് 11.93 മീറ്ററാണ്. അതായത് ഏകദേശം 2 മീറ്റർ താഴെയാണ് മൂവാറ്റുപുഴയാറുമായി ബന്ധപ്പെട്ടുള്ള അപകടനില. മുന്നറിയിപ്പ് ജലനിരപ്പ് അതിനനുസരിച്ചുള്ള മുന്നറിയിപ്പ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. അതുപോലെ തൊടുപുഴയാറിൽ ഏകദേശം 9.57 മീറ്ററാണ് ഇപ്പോൾ ജലനിരപ്പ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൻ്റെ മുന്നറിയിപ്പ് നിരക്ക് എന്ന് പറയുന്നത് 10.78ആണ്. അപകടനില 11.79 മീറ്ററാണ്. അതേ തുടർന്ന് തന്നെ അടുത്ത 3 മണിക്കൂറിൽ റഡാർ ചിത്രം ഇപ്പോൾ ലഭിക്കുന്ന റഡാർ ചിത്രം അനുസരിച്ചിട്ട് ശക്തമായ മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ 50 കിലോമീറ്റർ വേഗത്തിൽ കാറ്റ് വീശാനുമുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ പുറത്തിറങ്ങുമ്പോഴും മാക്സിമം പുറത്തിറങ്ങാതെ നോക്കുക എന്നുള്ള നിർദ്ദേശം മുന്നിട്ട് വയ്ക്കുമ്പോഴും പുറത്തിറങ്ങുമ്പോൾ തന്നെ ഉണ്ടാകാൻ പോകുന്ന പ്രധാനപ്പെട്ട തടസ്സങ്ങൾ പ്രധാനമായും ഗതാഗത കുരുക്കായിരിക്കും. അതുമാത്രമല്ല റോഡുകളൊക്കെ പലയിടങ്ങളിലും നമുക്കറിയാം കുഴികളാണ്, വലിയ കുഴികളാണ്. വാഹനങ്ങൾക്ക് അതായത് മഴ പെയ്ത് വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ കുഴികൾ തിരിച്ചറിയാൻ കഴിയാത്ത തരത്തിൽ ഉള്ള വലിയ അപകട കുഴികളാണ്, അപകടം പതിയിരിക്കുന്ന കുഴികളാണ് എറണാകുളത്തെ പല റോഡുകളിലുമുള്ളത്. അതുകൊണ്ട് തന്നെ അപകടത്തിലേക്ക് ചെന്ന് വെള്ളക്കെട്ടുണ്ടാകുന്ന ഭാഗങ്ങളിൽ അപകടത്തിലേക്ക് ചെന്ന് ചാടരുത് എന്നുള്ള മുന്നറിയിപ്പും ജില്ലാ ഭരണകൂടം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. തൃശ്ശൂരിലും ഇന്ന് റെഡ് അലേർട്ടായിരുന്നു രാവിലത്തെ സാഹചര്യത്തിൽ, പക്ഷേ അത് പിന്നീട് യെല്ലോ അലേർട്ടിലേക്ക് മാറിയിട്ടുണ്ട്. എന്നിരുന്നാലും ശക്തമായ മഴ തൃശ്ശൂർ ജില്ലയുടെ പല ഭാഗങ്ങളിലും പെയ്യുന്നുണ്ട്. തൃശ്ശൂർ ജില്ലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും തൃശ്ശൂർ ജില്ലയിലും ഇന്ന് അവധിയാണ്. ഇന്ന് ഈ പറയുന്ന അടിയന്തരമായിട്ടുള്ള നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പല ജില്ലകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കടക്കം അവധി നൽകുന്നതും. ഇത്തരത്തിൽ മഴ മുന്നറിയിപ്പ് നൽകുന്ന സാഹചര്യത്തിൽ, അതായത് കാലാവസ്ഥ പെട്ടെന്ന് മാറുന്ന അല്ലെങ്കിൽ അലേർട്ടുകൾ പെട്ടെന്ന് തീവ്രത പെട്ടെന്ന് മാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത്. അതുകൊണ്ട് തന്നെയാണ് ഇത്ര അടിയന്തരമായ ജില്ലാ ഭരണകൂടങ്ങൾ ഇടപെട്ട് മുന്നറിയിപ്പുകൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.